ആ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് തന്നെയല്ല, കപ്പൽ അപകടാവസ്ഥയിലാണ് എന്ന് ഔദ്യോഗികമായി തന്നെ വിവരങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കപ്പൽ ഏതാണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകിപ്പോകുന്ന നിലയിൽ എന്നാണ് നാവികസേന അറിയിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. വിഷ്ണു, അതിൽ കപ്പലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അത് ഇനിയിപ്പോൾ കടലിലെ സാഹചര്യം അനുസരിച്ച് കപ്പൽ നീങ്ങുന്നു അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്നു എന്ന മട്ടിലാണ് നാവികസേനയുടെ ഏറെക്കുറെ സ്ഥിരീകരിച്ച വിവരങ്ങൾ, അല്ലേ? തീ നിയന്ത്രണ വിധേയമായിട്ടില്ല, അതിൻ്റെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലൊരു റെസ്ക്യൂ എന്ന് വെച്ചാൽ അല്ല, ആളുകളെ രക്ഷപ്പെടുത്താം എന്നതിനപ്പുറത്തേക്ക് മറ്റു സാധ്യതകൾ പരിമിതമാണ്, അല്ലേ? വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷൻ എന്നാണ് നേവി അല്പസമയം മുമ്പ് ട്വീറ്റ് ചെയ്തത്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, തീ നിയന്ത്രണ വിധേയമായിട്ടില്ല, കപ്പൽ ഒഴുകി നടക്കുകയാണ്. അതിനർത്ഥം ഈ കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. 22 പേരുണ്ടെന്ന നാവിക സംഘത്തിൽ 18 പേരെ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഔദ്യോഗികമായി തന്നെ നേവി സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള 4 പേരുടെ കാര്യം എന്ത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം. ഒരു പക്ഷേ കഴിഞ്ഞ തവണ MSC എൽസ 3 രക്ഷപ്പെടുത്തുന്ന ഘട്ടത്തിൽ അതിനകത്തൊരു 3 പേർ, ക്യാപ്റ്റൻ അടക്കം 3 പേരെ നേവി അവിടെ തന്നെ ആ കപ്പൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവിടെ നിർത്തിയിരുന്നു. അതിനുശേഷം കപ്പൽ പൂർണ്ണമായ അപകടത്തിൽപ്പെടുന്ന ഘട്ടത്തിലാണ് അവർ രക്ഷപ്പെടുത്തിയത്. ഒരു പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിന്റെ ഭാഗമായാണോ ബാക്കി 4 പേർ കൂടി അവിടെ തുടരുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. അതിലൊരു വ്യക്തത വരുത്തേണ്ടത് ഇനി നേവിയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ചേർന്നാണ്. അത് അല്പസമയത്തിനകം തന്നെ ആ വ്യക്തത വരികയും ചെയ്യും. പക്ഷേ നിലവിൽ കപ്പൽ പൂർണ്ണമായി രക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തീ നിയന്ത്രണ വിധേയമല്ല, തീ മറ്റിടങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടെയ്നറിലെ ഒരുപക്ഷെ അപകടകരമായ കണ്ടന്റുകൾ ഇല്ലെങ്കിൽ പോലും ആ തീ പടർന്നു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്ക് അടക്കം തീ എത്തിക്കഴിഞ്ഞാൽ അത് അതിരൂക്ഷമായ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകും. ആ ഒരു പശ്ചാത്തലത്തിൽ ആളുകളെ രക്ഷിക്കുക എന്നുള്ളതിന് തന്നെയാണ് നേവിയും കോസ്റ്റ് ഗാർഡും പ്രൈം ഇമ്പോർട്ടൻസ് നൽകുക. കഴിഞ്ഞ തവണയും സമാനമായ രീതിയാണ് അവർ അവലംബിച്ചത്. അത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾക്കാണ് നേവിയും കോസ്റ്റ് ഗാർഡും പ്രാധാന്യം നൽകുന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം. അതിൽ ഒന്ന്, ഈ കപ്പലിലുണ്ടായിരുന്ന നാവികരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റൊന്ന്, പാരിസ്ഥിതികമായി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ തടയാനുള്ള പ്രതിവിധികൾ അത് രണ്ടാം ഘട്ടത്തിൽ ആരംഭിക്കും. പ്രത്യേകിച്ച് ഈ എണ്ണച്ചോർച്ച പോലുള്ള കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തടയാനുള്ള നടപടികൾ ഉണ്ടാകും. ഈ രണ്ട് കാര്യങ്ങൾക്കായിരിക്കും നേവി ആദ്യമായി തന്നെ ഇമ്പോർട്ടൻസ് നൽകി അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും നടത്തുക. അതിനുശേഷമായിരിക്കും ഈ കപ്പൽ രക്ഷിക്കാൻ ഏതെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. നേരത്തെ MSC എൽസ 3 മുങ്ങുന്ന ഘട്ടത്തിൽ കപ്പൽ രക്ഷിക്കാൻ ഒരു പ്രാഥമികമായ ശ്രമമൊക്കെ നടത്തിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായ ഘട്ടത്തിൽ അത് പൂർണ്ണമായി മുങ്ങിപ്പോവുകയായിരുന്നു. അത് ടൈഡിന്റെ സാഹചര്യത്തിൽ ഫ്ലോട്ട് ചെയ്ത് മുങ്ങിപ്പോയതാണെങ്കിൽ ഇവിടെ സ്ഥിതിഗതികൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കാരണം തീ പടരുകയാണ്. അത് അത്യന്തം ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എഞ്ചിൻ റൂമിലേക്ക് അടക്കം തീ പടർന്നു കഴിഞ്ഞാൽ പിന്നീട് കപ്പൽ രക്ഷിക്കുക എന്നുള്ളത് അത് ഒട്ടും ശ്രമകരമായ കാര്യത്തിലേക്ക് പോകില്ല. അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കി അവിടെ നിന്ന് കപ്പൽ രക്ഷിക്കാനാകുമോ എന്നുള്ള ഒരു കാര്യം നേവി പരിശോധിക്കും. പക്ഷേ അതെല്ലാം മൂന്നാം ഘട്ടത്തിൽ മാത്രമാണ് ഉണ്ടാകുക. നിലവിൽ പ്രാഥമികമായി ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് ഈ കപ്പലിലുണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായി രക്ഷിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു കപ്പൽ ചാലാണ്. അവിടെ ഇനിയും ആളുകൾ അല്ലെങ്കിൽ കപ്പലുകൾ സ്ഥിരമായി വരുന്ന ഒരു മേഖലയാണ്. അത് നമുക്കുണ്ടാക്കാൻ പോകുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമുക്കുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ നാവികരെ പൂർണ്ണമായി രക്ഷിക്കുക എന്നുള്ളതിന് തന്നെയാണ് നേവി പ്രാഥമികമായി മുൻഗണന നൽകുന്നത്. അതിന് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷേ കോസ്റ്റ് ഗാർഡിന്റെ കൂടുതൽ കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കോഴിക്കോട് നിന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ പോയിരിക്കുന്നതെങ്കിൽ കൊച്ചിയിൽ നടക്കം കപ്പലുകൾ എത്തിക്കാനുള്ള നടപടി നിലവിൽ സ്വീകരിക്കും. INS നേവിയുടെയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും ഡ്രോണിയർ വിമാനങ്ങൾ, 2 ഡ്രോണിയർ വിമാനങ്ങളും അവിടെ നിരീക്ഷണത്തിനായി എത്തിയിട്ടുണ്ട്. ഈ 4 പേരുടെ കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. 22 പേരടങ്ങുന്ന സംഘത്തിൽ 18 പേരെ ഇതിനോടകം തന്നെ കോസ്റ്റ് ഗാർഡ് നേവി രക്ഷിച്ചിട്ടുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. പക്ഷേ അതിൽ 4 പേരുടെ കാര്യത്തിൽ വ്യക്തത വരണം. ഏതെങ്കിലും തരത്തിൽ ഈ കപ്പലിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ കപ്പൽ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവരിപ്പോഴും അതിൽ തുടരുകയാണോ എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. അതിലൊരു വ്യക്തത വരുത്തേണ്ടത് നേവിയും കോസ്റ്റ് ഗാർഡാണ്. അത് അല്പസമയത്തിനകം തന്നെ ആ വ്യക്തത വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ ഡേഞ്ചറസ് ആയ, ഒരു പക്ഷേ സമീപകാലത്ത് MSC എൽസ 3 ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനാണ് നിലവിൽ ബേപ്പൂർ അഴീക്കൽ ആ തീരത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത്. കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട സിംഗപ്പൂർ വെസലാണ്. അത് അടുത്ത ദിവസം തന്നെ മുംബൈയിലേക്ക് എത്തേണ്ട ഒരു വെസലായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. ഇതിൽ എന്തെല്ലാം കണ്ടന്റുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. MSC എൽസ 3 കപ്പൽ മറിഞ്ഞുണ്ടായ അപകടത്തിന് ഞെട്ടൽ മാറും മുമ്പ് കേരള തീരത്ത് മറ്റൊരു കപ്പൽ ദുരന്തം എന്നതിന് ഉറപ്പായും ഇതിനെ പറയാം. അപകടത്തിന്റെ ആകാശ ദൃശ്യങ്ങളിൽ നിന്നും എത്രത്തോളം ഭീകരമാണ് ആ ദുരന്തമെന്ന് വ്യക്തമാവുന്നുണ്ട്. കോഴിക്കോട് തീരത്തു നിന്നും 78 നോട്ടിക്കൽ മൈൽ അകലെയാണ് അറബിക്കടലിൽ ചരക്ക് കപ്പൽ തീപിടിച്ചത്. സിംഗപ്പൂർ പതാകയുള്ള MV വാൻഹായ് 503 എന്ന ചരക്ക് കപ്പലാണ് ഈ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായത്. പലയാവർത്തി പൊട്ടിത്തെറി ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണ് ഇതിലുള്ള ഈ കപ്പലുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് MSC എൽസ 3 എന്തുണ്ടായി, എന്താണ് ഉള്ളത് എന്ന് ഇപ്പോഴും നമുക്ക് അറിയാത്തതുപോലെ
ഈ കപ്പലിലുള്ള കണ്ടന്റ് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. 20 കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. ആശങ്ക വേണ്ട എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ പറയുമ്പോഴും ആശങ്ക സ്വാഭാവികമാണ്. കാരണം MSC എൽസ മറിഞ്ഞുണ്ടായ അപകടത്തെക്കാൾ ഗുരുതരമായ സിവിയറായ ഒരു കപ്പലപകടം വീണ്ടും കേരള തീരത്തുണ്ടാവുന്നു എന്നുള്ളതാണ്. കപ്പലിലെ 22 ജീവനക്കാരിൽ 18 പേരെയും നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തി. നേവിയും കോസ്റ്റ് ഗാർഡും MSC സമയത്ത് കണ്ടതുപോലെ ആദ്യ മണിക്കൂറിൽ ഏറ്റവും ക്രൂഷ്യൽ മണിക്കൂറുകളിൽ വളരെ ഫലപ്രദമായി ഇടപെടുകയും അതിലെ 22 ജീവനക്കാരിൽ 18 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്നു ഈ ചരക്ക് കപ്പൽ.